ലൈംഗികാരോപണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കുരുക്കിലാക്കി കൂടുതൽ ശബ്ദ സംഭാഷണവും ചാറ്റ് വിവരങ്ങളും പുറത്ത്. യുവതിയെ ഗർഭിണിയാക്കാൻ രാഹുൽ നിർബന്ധിക്കുന്നതും ഗർഭിണിയായപ്പോൾ നിലപാട് മാറ്റുന്നതുമായ തെളിവുകളാണ് പുറത്തു വന്നത്. കരഞ്ഞു സംസാരിക്കുന്ന യുവതിയോട് രാഹുൽ ആക്രോശിക്കുന്നതും അസഭ്യം പറയുന്നതും ശബ്ദ സംഭാഷണത്തിലുണ്ട്. അതിലേക്ക് ഡോക്ടർ അറിയാം, അമ്മയ്ക്കൊക്കെ അറിയുന്ന ഡോക്ടർ. എനിക്കൊരു പേടിയുണ്ട് അവിടേക്ക് പോകാൻ വേണ്ടി. എനിക്കാകെ വയ്യാണ്ടിരിക്കുകയാണ്. വയ്യാണ്ടിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വൊമിറ്റിംഗ് ഉണ്ട്, എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. എന്റെ പൊന്നു സുഹൃത്തെ, താൻ ആദ്യം ഒന്ന് റിയലിസ്റ്റിക് ആയിട്ട് സംസാരിക്കും. ഈ ഡ്രാമ കാണിക്കുന്നവർ എനിക്ക് ഇഷ്ടം. എന്ത് ഡ്രാമ എന്നാണ് പറയുന്നത്? എനിക്ക് വയ്യാണ്ടിരിക്കുക. ഞാൻ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വീട്ടിൽ പോയിട്ട് എനിക്ക് അമ്മയെ കണ്ടിട്ട് കരച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ നിന്നോട് കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഇന്നുകൊണ്ട് ലോകം അവസാനിക്കാൻ പോകല്ലോ, എനിക്കൊരു സമയം എന്താ എന്ന് പറഞ്ഞു. എന്റെ 3 ദിവസമായിട്ട് എനിക്ക് ഇഷ്ടമുള്ളത് നീ വളരെ കൂളാണ്, നീ നിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നു. പിന്നെ ഞാൻ എന്താ അതിനെ പറ്റി ബോധരാകുന്നത്? പിന്നെ ഇന്ന് ഞാൻ ചോദിച്ചപ്പോ മാത്രം വിളിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഞാൻ പതുക്കെ സംസാരിക്കുന്നത്. എനിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല മര്യാദയ്ക്ക്. എന്താ പറയാ, സ്മെല്ലൊന്നും എനിക്ക് അത്രയ്ക്ക് പിടിക്കുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എനിക്ക് ആരോടും പറയാനും പറ്റുന്നുണ്ട്. ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞ് ഈ ഡ്രാമ ഒന്ന് നിർത്ത്. ഈ 1-ാം മാസത്തിൽ എന്തൊക്കെ ഉണ്ടാകാൻ പറ്റുന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ. കണ്ടിട്ടുണ്ടാവും. എനിക്ക് എന്റെ കാര്യം മാത്രമേ എനിക്കറിയുള്ളൂ. ആദ്യത്തെ ദിവസം അങ്ങനെയാണോ ഇങ്ങനെയാണോ ഹോസ്പിറ്റലിൽ പോകും, എന്നിട്ടല്ലേ ബാക്കി കാര്യങ്ങള്. എന്തിനാണ് ഇങ്ങനൊരു മാറ്റം വരുന്നത്? ഇത് ആരുടെ പ്ലാനാണ്? എൻ്റെ പ്ലാനാണോ? ആർക്കാണ് കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? ഞാനാണോ? പിന്നെ നിങ്ങളെന്തിനാണ് ഈ ലാസ്റ്റ് മൊമെന്റിൽ മാറുന്നത്? നിങ്ങളെന്തിനാണ് എന്തെങ്കിലും കൊല്ല ചെയ്യുന്നത്? എന്തിനാണ് ഈ കൊല്ലുന്ന കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നത്? നിങ്ങൾക്കല്ലേ ഇതിനെ വേണം എന്ന് പറഞ്ഞോണ്ടിരുന്നത്? എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ആരുടെ സഹായം ഇല്ലാതെ, ഒരു മനുഷ്യരുടെ സഹായം ഇല്ലാതെ അത് ചെയ്തു തരുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്കറിയാം, നിങ്ങൾ ഒരുപാട് മാറി. ഇങ്ങനൊന്നും ആയിരുന്നില്ല. ഇത് വേണമെന്ന് വാശി പിടിച്ചതാരാ? ഞാനാണ്. വേണ്ടെന്നാ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കാണ് വേണം എന്നും പറഞ്ഞിട്ട് നിങ്ങളുടെ പ്ലാനിങ് തന്നെയല്ലേ, എൻ്റെ അല്ലല്ലോ. അതേസമയം പുറത്തു വന്ന തെളിവുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷേധിച്ചിട്ടില്ല. ആരോപണങ്ങളിൽ എപ്പോൾ വ്യക്തത വരുത്തണമെന്ന് താൻ തീരുമാനിക്കുമെന്ന് രാഹുൽ പറഞ്ഞു. കോടതിയിൽ നിരപരാധിത്വം തെളിയിക്കുമെന്നും നിയമപരമായി മുന്നോട്ട് പോകുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു. ഈ അന്വേഷണം മുന്നോട്ട് പോകട്ടെ. അന്വേഷണത്തിൽ ഞാൻ തീരുമാനിച്ച, അല്ലെങ്കിൽ ഞാനുമായി ബന്ധമുള്ള ആളുകൾ തീരുമാനിച്ച, നിയമവിദഗ്ധരുമായി ആലോചിച്ചപ്പോൾ തീരുമാനിച്ച ഒരു ഘട്ടമുണ്ട്. ആ ഘട്ടം കഴിയുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു തുടങ്ങും. അതുപോലെ തന്നെ പിന്നെ നിയമപരമായ കാര്യങ്ങളൊക്കെ, നിയമപരമായി എന്തെല്ലാം പോരാട്ടം വരാനിരിക്കുന്നു, എൻ്റെ ഭാഗത്തു നിന്നുള്ള എന്തെല്ലാം നിയമപരമായ പോരാട്ടം വരാനിരിക്കുന്നു, അതിനൊക്കെ സമയമുണ്ടല്ലോ. എന്തിനു തിരക്കുകൂട്ടുന്നു? ഇപ്പം ഈ ഓഡിയോ വന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് ഇപ്പോൾ വന്നത്? അത് ആർക്കും മനസ്സിലാകാത്ത ആ വ്യക്തത ഞാൻ വരുത്തുമെന്ന് പറഞ്ഞല്ലോ. ആ വ്യക്തത വരുത്തേണ്ടുന്ന സമയത്ത് ഞാൻ വരുത്തും. എനിക്ക് പ്രൂവ് ചെയ്യാനുള്ള എൻ്റെ നിരപരാധിത്വം ഉണ്ടല്ലോ, എൻ്റെ നിരപരാധിത്വം. ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു നിയമത്തിന് വിരുദ്ധമായി ഞാനൊരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല എന്ന് ഉത്തമമായ വിശ്വാസമുള്ള ഒരു പൗരൻ എന്ന നിലയിൽ ഞാൻ ആവർത്തിക്കുന്നു, ഞാൻ നിയമപരമായി പോരാട്ടം നടത്തും. ഉമേഷ് ബാലകൃഷ്ണനുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. ഉമേഷ്, ഒരു സീരീസ് ഓഫ് ചാറ്റ് വിവരങ്ങൾ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നതാണ്. അന്നും ഇതേ സമാനമായ ചില ശബ്ദ സംഭാഷണങ്ങൾ പുറത്തു വന്നു. അപ്പോഴും ഇത് നിഷേധിക്കുകയോ അല്ലെങ്കിൽ വ്യാജമാണെന്നോ അല്ലെങ്കിൽ ഇത് ടാമ്പർ ചെയ്യുന്നോ അങ്ങനെ ഒരു ആരോപണവും അല്ലെങ്കിൽ മറു ആരോപണങ്ങളോ വാദങ്ങളോ ഒന്നും രാഹുലിൻ്റെ ഭാഗത്തു നിന്നില്ല. ഇപ്പോഴും അത് തന്നെ ഈ കാര്യത്തിൽ ഇത് തൻ്റെ ഓഡിയോ ആണോ എന്ന കാര്യത്തിൽ ഒരു തരത്തിലും നിഷേധിക്കുന്നില്ല. പക്ഷേ എപ്പോൾ ഇതിലൊക്കെ വിശദീകരണം എന്നത് താൻ നിശ്ചയിക്കുമെന്ന തരത്തിൽ ഒരു നിഷേധാത്മകമായ സമീപനം എടുക്കുന്നു. പക്ഷേ ആ പെൺകുട്ടിയുടെ വാക്കുകൾ അങ്ങേയറ്റം മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നുപോയ വിഷമത മുഴുവൻ ആ വാക്കുകളിലുണ്ട്, ആ ശബ്ദത്തിലുണ്ട്. തീർച്ചയായും ഗോകുല്, 2 കാര്യങ്ങളാണ്. ഒന്ന്, ധാർമ്മികമായി വിഷയത്തിൽ എത്രത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൽ ന്യായീകരിക്കാൻ കഴിയും എന്നുള്ള ചോദ്യമാണ് നിലനിൽക്കുന്നത്. രാഹുൽ ഇപ്പോഴും വാദിച്ചുകൊണ്ടിരിക്കുന്നത് താൻ ഭരണഘടനാപരമായി നിയമത്തിനനുസൃതമായി മാത്രമാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അതായത് തനിക്കെതിരെ ഇതുവരെ ഒരു പരാതി വന്നിട്ടില്ല എന്നുള്ള തൊടുന്യായം മാത്രമാണ് പറയുന്നത്. പക്ഷെ തന്റെ ഓഡിയോ അല്ല എന്നുള്ള പത്രത്തിൽ നിഷേധിക്കുകയോ ഓഡിയോ തന്റേതാണെന്ന് പറയുകയോ അല്ല എന്ന് പറയുകയോ ചെയ്യുന്നില്ല. അത്തരം ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തു വന്ന ഓഡിയോയിൽ ഏകദേശം 3 മിനിറ്റും 2
12 സെക്കൻഡുമുള്ള ഈ ഓഡിയോയിൽ കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ജനപ്രതിനിധിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ കഴിയാത്ത സമീപനമാണ് ഒരു വിഷയത്തിൽ ഒരു സ്ത്രീയോട് ഉണ്ടായിരിക്കുന്നതെന്ന് വ്യക്തമാകുന്ന രീതിയിലുള്ള ഓഡിയോയാണ്. ഒപ്പം അതിനോടൊപ്പം ചാറ്റുമുണ്ട്. ഈ ചാറ്റിൽ പ്രധാനമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ ചാറ്റിൽ കൃത്യമായി തനിക്ക് ഒരു സ്ത്രീയെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഇരയായ സ്ത്രീയെ ഗർഭിണിയാക്കണമെന്നുള്ള കൃത്യമായ ലക്ഷ്യത്തോടു കൂടി രാഹുൽ മാങ്കൂട്ടം നീക്കം നടത്തി ഗർഭിണിയാക്കിയ ശേഷം അതിൽ നിന്ന് ആ പെൺകുട്ടിയെ, ആ ഇരയെ ഭീഷണിപ്പെടുത്തി അധിക്ഷേപിച്ച് അതിൽ നിന്ന് പിന്നോക്കം പോകുന്നു, അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. അതിൽ രൂക്ഷമായ രീതിയിൽ ഭീഷണിപ്പെടുത്തലുണ്ട്, രൂക്ഷമായ രീതിയിൽ അധിക്ഷേപിക്കുന്നുണ്ട്, അസഭ്യം വിളിക്കുന്നുണ്ട്. ഇത്തരത്തിൽ രൂക്ഷമായ രീതിയിൽ ഒരു സ്ത്രീയോട് അല്ലെങ്കിൽ ഒരു മനുഷ്യനോട് പെരുമാറാൻ കഴിയാത്ത രീതിയിൽ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടം തീർച്ചയായും അങ്ങനെ ഗർഭം ധരിക്കണം, കുഞ്ഞ് വേണമെന്ന് നിർബന്ധിച്ച ശേഷം ആ യുവതി ഗർഭിണിയാകുമ്പോൾ അപ്പാടെ കൈയൊഴിയുന്നു, കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് തള്ളിവിട്ടു. അതിനൊക്കെ ഇനി എപ്പോൾ മറുപടി പറയുമെന്ന് താൻ തീരുമാനിക്കുമെന്ന് കൂടിയാണ് നിഷേധാത്മകമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം വരുന്നത്. ഉമേഷ് ബാലകൃഷ്ണനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.